പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ സത്യദൈവത്തിൻ്റെ തിരുനാമത്തിൽ ആമീൻ. കർത്താവിന് പ്രിയമുള്ളവരെ, നമ്മൾ അബ്രഹാത്തിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും മരണം വരെയുള്ള ഭാഗം കണ്ടു. ഇനിയും നമ്മൾ അബ്രഹാത്തിൻ്റെ ഇസ്ഹാക്കിൻ്റെയും ഇതുവരെയുള്ള ഭാഗങ്ങളിൽ ഒരു വിവരണം നമ്മൾ ഓരോ ദിവസവും എടുക്കുന്നതിൻ്റെ ഒരു അവലോകനം ഇതുവരെയുള്ളത് നടത്താനാണ് ഉദ്ദേശിക്കുന്നത്. ഒരു അവലോകനം എന്ന് പറയുമ്പോൾ പ്രധാന കാര്യങ്ങളെല്ലാം ഏകദേശം എന്തായിരുന്നു, എങ്ങനെയായിരുന്നു എന്നുള്ളത് മറ്റേ ഓരോ ദിവസവും ഓരോ വീഡിയോയിലോട്ട് കൂടെ പറയുമ്പോൾ അത് പലർക്കും പലതും പറഞ്ഞിട്ടുണ്ട്, എങ്കിലും അത് ചിലപ്പോൾ ഓർമ്മ നിൽക്കത്തില്ല. എന്നാലും പഠിക്കുന്നവരാരെങ്കിലും കുറച്ച് പേര് ഇതൊക്കെ ആക്കാൻ വേണ്ടി ഉദ്ദേശത്തോടു കൂടി ശ്രദ്ധിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് പ്രയോജനകരമാകണമല്ലോ എന്ന് വിചാരിച്ചാണ് അത് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും അങ്ങനെ ആയിരിക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഇത് പറയുന്നത് അങ്ങനെയുള്ളവർ ഒന്ന് ശ്രദ്ധിക്കണം, വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. എല്ലാവരും അത് ആക്കിയിരിക്കണം, അറിയണം. നമ്മളെ പൂർവ്വപിതാവ് ആയ അബ്രാഹാത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ പൂർവ്വപിതാക്കന്മാരെന്ന് പറയുമ്പോൾ നമ്മുടെ ക്രിസ്തീയ വിശ്വാസത്തിൽ അബ്രാഹാമിൻ്റെ മകനായ ഇസ്ഹാക്കിൻ്റെ മകനായ യാക്കോബ്, പിന്നെ യാക്കോബിന് മകൻ യോസഫ്, ഈ 4 പേരുമുണ്ട്. എന്നാലും 3 പേരെയാണ് നമ്മൾ പ്രധാനമായിട്ട് യഹൂദരും എല്ലാവരും പറയുന്നത് അങ്ങനെയാണ്. നമ്മളും പറയുന്നത് അങ്ങനെയാണ്. അബ്രഹാത്തിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമായ കർത്താവ് എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൽ നമ്മൾ ദൈവമായ യഹോവ എന്ന് പറയത്തില്ല. യഹോവ എന്നുള്ള പേര്, കർത്താവിൻ്റെ പേര്, നമ്മൾ അത് വളരെ ഭയഭക്തി ബഹുമാനത്തോടു കൂടി ഉപയോഗിക്കേണ്ടത്. അതുകൊണ്ട് അത് ഉപയോഗിക്കാൻ മനുഷ്യന് കഴിയത്തില്ല. മനുഷ്യൻ്റെ ഭയഭക്തി ബഹുമാനം അത്രത്തോളം ആകത്തില്ല, അതിനൊരു പരിധിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് കർത്താവിനെ വിളിച്ചിരുന്ന കർത്താവ് അല്ലെങ്കിൽ അദനോയ് എന്നുള്ള ഒരു വാക്കായിരുന്നു ഉപയോഗിച്ചിരുന്നത്. അപ്പം നമ്മുടെ ദൈവമായ കർത്താവ് എന്നാണ് അതിനർത്ഥം. അപ്പോൾ അബ്രാഹത്തിനെയാണ് ആദ്യത്തെ പിതാവായിട്ട് നമുക്കറിയാം, അടിസ്ഥാനപരമായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അബ്രാഹത്തിൻ്റെ പറയുമ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ ഏറ്റവും വിശ്വസ്തനായ സ്നേഹിതൻ, ദൈവത്തിൻ്റെ ഉന്നതനായ സ്നേഹിതൻ എന്നുള്ള ഒരു പേരും കൂടി അദ്ദേഹത്തിനുണ്ട്, മറുപേരും കൂടെ. അപ്പോൾ ദൈവം എല്ലാം സ്നേഹിതൻ്റെ ആലോചിച്ച് നമ്മളൊരു സ്നേഹിതനോടെ നമ്മുടെ കാര്യങ്ങൾ പറയുന്ന പോലെ ദൈവം അബ്രാഹത്തോടെ എപ്പോഴും കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ഇവിടെ നമ്മൾ കാണാം 18-ാം അധ്യായത്തിൽ, ഉൽപ്പത്തി 18-ാം അധ്യായത്തിൽ 16, 17, 18 വാക്യങ്ങളിലൊക്കെ പറയുന്നുണ്ട്. ദൈവം സോദോം ഗൊമോറ എന്ന ആ ദേശങ്ങളെ നശിപ്പിക്കാൻ, ആ ജനതകളെ നശിപ്പിക്കാൻ പോകുമ്പോൾ പറയുന്നു, ഒന്നില്ലാതെ ഭൂമിയിൽ അവിടുത്തെ ആ ഭൂപ്രദേശങ്ങൾ നശിപ്പിക്കുമ്പോൾ ആലോചിക്കുന്നുണ്ട് കർത്താവ്. അങ്ങനെയാണ് ഗ്രന്ഥകാരൻ പറയുന്നത്. കർത്താവ് ആലോചിച്ചു, എൻ്റെ സ്നേഹിതനായ അബ്രാഹത്തോട് ഞാൻ ഇതൊക്കെ മറച്ചു വയ്ക്കുന്നത് ശരിയല്ല. കാരണം ലോത്ത് അവിടെയുണ്ട്, അബ്രാഹത്തിൻ്റെ സഹോദരൻ്റെ മകനായ ലോത്ത്. അപ്പോൾ ഇത് മറച്ചു വയ്ക്കുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ട് കർത്താവ് അതിലോട്ട് കിടക്കുകയാണ്, ഞാൻ അവിടെ നശിപ്പിക്കാൻ പോവുകയാണെന്ന്. അപ്പോൾ കർത്താവിൻ്റെ ഉന്നതനായ സ്നേഹിതൻ. ഇനിയും അബ്രാഹത്തിന് അർത്ഥം എന്താണ്? അബ്രാഹം പേര് ആദ്യം അബ്രാം എന്ന് മാത്രമേ ഉള്ളായിരുന്നു. അതൊരു കർത്താവ് വിളിച്ച് മാറ്റി എടുക്കുന്നതിന് മുൻപ്, തനിക്ക് വേണ്ടി മാറ്റി നിർത്തുന്നതിന് മുൻപ് അബ്രാം എന്നുള്ള പേരാണ്. ആ പേര് പരിഷ്കരിച്ച് അബ്രാഹം എന്നായി. അതെങ്ങനെ വന്നാൽ എന്നുള്ള ഹീബ്രു വാക്കിൽ, എബ്രായ ഭാഷയിൽ അത് ദൈവം എന്നുള്ളതാണ്. പിതാവ്, പിതാവ്. റാഹ് എന്ന് പറഞ്ഞാൽ ഉയർത്തപ്പെട്ടവൻ, ഉന്നതാവസ്ഥയിലായവൻ എന്നാണ്. അപ്പോൾ ദൈവത്തിൻ്റെ ഉന്നതാവസ്ഥയിലായവൻ, അത് ഞങ്ങളുടെ അർത്ഥം. അപ്പോൾ അബ്രാഹം
എന്നായി. അബ്രാഹം. ഇനി ഈ പേര് പറയുമ്പോൾ എന്തുകൊണ്ടാണ് ആ പേര് മാറ്റി അബ്രാം എന്നുള്ള അബ്രാഹം എന്നായത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, ഇത് യഹോവയുടെ അതിന് ദൈവശാസ്ത്ര വിശാരദന്മാർ പറയുന്നത് യഹോവ എന്ന് പറയുന്ന വാക്കിൻ്റെ യോദ്, പിന്നെ ഹേത്ത്, വാവ്, ഹേത്ത്. അപ്പോൾ 2 ഹേത്തുണ്ട്. ആദ്യത്തെ ഒരു ഹേത്ത് രണ്ടാമത്തെ അക്ഷരത്തിൽ. അപ്പോൾ അവസാനത്തെ ഹേത്ത് സൈലൻ്റാണ്. യഹോവ എന്നേ പറയത്തുള്ളൂ, ആ ഹേത്ത് സൈലൻ്റാണ്. അപ്പോൾ ആദ്യത്തെ ഹേത്ത് ഉച്ചത്തിൽ പറയുന്നതാണ്, ഉച്ചരിക്കുന്നതാണ്, യഹോവ. അപ്പോൾ ആ ഉച്ചത്തിൽ ഉച്ചരിക്കുന്ന ഹേത്ത് അവസാന അബ്രാഹത്തിൽ ചേർത്താണ് അബ്രാഹം. അപ്പോൾ ദൈവമായിട്ടുള്ള ഗാഠബന്ധം ആണ് അവിടെ കാണിക്കുന്നത്. അത് കാണിക്കാനാണ് അത് പറയുന്നത്. അപ്പോൾ അബ്രാഹം എന്ന് പറയുമ്പോൾ പേരിൽ കൊണ്ട് തന്നെ ഒരു മാറ്റം വരുത്തി ദൈവത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവനായി, വിശ്വസ്തനായി. ഇനി അബ്രാഹത്തെ പറ്റി നമ്മൾ പറയുമ്പോഴും, അബ്രാഹം നമ്മുടെ പൂർവ്വപിതാക്കന്മാർ അബ്രാഹം, ഇസാക്ക്, യാക്കോബ് എന്നൊക്കെ പറയുമ്പോൾ BC ആയാണ്ട് 2000 വർഷങ്ങൾക്ക് മുൻപ് തന്നെ, 1900 കൂടുതൽ വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഈ പേരുകൾ ഉണ്ടായിരുന്നുവെന്ന് ചരിത്രത്തിൽ കാണുന്നുണ്ട്. അടുത്ത കാലത്ത്, അതായത് ഒരു 100 വർഷങ്ങൾക്കൊക്കെ മുൻപ് തന്നെ അവിടെ ഉത്ഖനനം ചെയ്തപ്പോൾ, ഇയാളുടെ ഈജിപ്റ്റ് മുതൽ ഇറാൻ വരെയുള്ള പ്രദേശങ്ങളിൽ പലയിടത്തും ഉത്ഖനനം നടന്നപ്പോൾ അവിടെ നിന്ന് ലഭിച്ച അടയാളങ്ങളെ, ക്യൂണിഫോം ലിപികളെ കണ്ടിട്ടുണ്ട്, എഴുത്തുകളെ. അപ്പോൾ അത് വായിക്കുന്നത് അവിടെ അബ്രാം, ഇസാക്ക്, യാക്കോബ് എന്നീ പേരുകളൊക്കെ ഉള്ളതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അന്നത്തെ ജനതകൾ ഇങ്ങനെ കുടിയേറ്റ ജനതകളായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സ്ഥിരമായിട്ട് താമസിക്കുന്നില്ലായിരുന്നു. ഫലഭൂയിഷ്ടമായിട്ടുള്ള പ്രദേശം കണ്ടാൽ അവിടെ കുറച്ച് ആൾ കൃഷി ചെയ്തു, അവിടെ കഴിഞ്ഞു, ആടുമാടുകൾ, കന്നുകാലികളെല്ലാം മേയിച്ചിട്ട് അത് അവിടുന്ന് ഏകദേശം കുറേയൊക്കെ ആയി കഴിയുമ്പോൾ മറ്റൊരു സ്ഥലത്തോട്ട് പോകുമായിരുന്നു. അപ്പോൾ അങ്ങനെ കുടിയേറ്റം നടന്നുകൊണ്ടിരുന്ന കാലങ്ങളായിരുന്നു അത് ചരിത്രത്തിൽ. അപ്പോൾ അപ്പോൾ അതുകൊണ്ട് നമുക്ക് അവിടെ ഈജിപ്റ്റ് മുതൽ ഇറാൻ വരെയുള്ള പ്രദേശങ്ങളൊക്കെ ഇങ്ങനെ കണ്ടെന്നാണ് പറയുക, ഈ പേരുകളൊക്കെ കണ്ടെടുത്തു. അപ്പോൾ പക്ഷേ അബ്രാഹം അങ്ങനെ കുടിയേറ്റത്തിന് പോയതല്ല. പിന്നെയോ സ്ഥിരമായിട്ടും ഇവിടെ താമസിച്ചിരുന്നു. ആ താമസിച്ചിരുന്ന വ്യക്തിയെ ദൈവം മുൻകൂട്ടി നിശ്ചയിച്ച് തിരഞ്ഞെടുത്ത് ഇന്ന സ്ഥലത്ത് പോവുക, കുടിയേറുക എന്ന് പറഞ്ഞതാണ്. ആ ദേശം മുഴുവൻ നിനക്കുള്ളതാണ്, നിനക്കും നിൻ്റെ സന്തതികൾക്കും നിൻ്റെ തലമുറകൾക്കുമായിട്ട് തരും എന്ന് കർത്താവ് വാഗ്ദാനം ചെയ്ത് വിളിക്കുകയായിരുന്നു ദൈവം. അപ്പോൾ ആ വിളി കേട്ടാണ് അബ്രാഹാം പോയത്. അല്ലാതെ ദൈവം തന്നെ അദ്ദേഹത്തെ നയിച്ചാണ് കുടിയേറ്റത്തിലേക്ക്. അല്ല, അബ്രാഹാം സ്വന്തമായിട്ട് മറ്റുള്ളവരെ പോലെ പോയതല്ല എന്നാണ് ബൈബിൾ ചരിത്രം പറയുന്നത്. അപ്പോൾ അബ്രാഹാമിനെ ആദ്യം വിളിക്കുമ്പോൾ നമ്മൾക്ക് അബ്രാഹാം എന്ന് തന്നെ പറയാം. ആദ്യത്തെ പേര് അബ്രാഹാം എന്നാണ് ഞാൻ വീഡിയോകളിലൊക്കെ ആദ്യത്തേതിൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയൊക്കെയായിരുന്നു. പിന്നെ ആ പേര് മാറ്റിയപ്പോൾ പിന്നെ അബ്രാഹാം എന്ന് പറയാൻ തുടങ്ങിയത്. ദൈവം വിളിക്കുമ്പോൾ ഈ അബ്രാഹാം ആരായിരുന്നു? വിഗ്രഹങ്ങൾ ഉണ്ടാക്കുന്നവനും വിഗ്രഹാരാധകനുമായിരുന്നു അബ്രാഹാമും പിതാവും അവരെല്ലാവരും തന്നെ ആ കുടുംബത്തിൽ. അപ്പോൾ അങ്ങനെ ധാരാളം പണമൊക്കെ ഉള്ളവർ, സമ്പാദിച്ചവർ, സ്വത്തുക്കളൊക്കെ സമ്പാദിച്ചവരായിരുന്നു. അന്നത്തെ സ്വത്തുക്കളെന്നൊക്കെ, സമ്പത്തെന്നൊക്കെ പറയുമ്പോൾ ആടുമാടുകൾ എന്നുള്ളതാണ്, കന്നുകാലികൾ എല്ലാം, അതൊക്കെ സ്വത്തുക്കളിൽ. പിന്നെ ഉള്ളത് സേവകരും ഒക്കെ ധാരാളമുള്ള നല്ല ഒരു സമ്പന്നമായിട്ട് കഴിഞ്ഞിരുന്നവരാണ്. അവിടെ നിന്നാണ് അബ്രാഹാമിനെ വിളിക്കുന്നത്. അപ്പോഴേ അബ്രാഹാമിനെ വിളിച്ചെങ്കിലും അബ്രാഹാം എങ്ങാണ് പിതാവിനെ വിട്ടില്ല. സഹോദരൻ മരിച്ചുപോയി, സഹോദരൻ്റെ മകനാണ് ലോത്തിനും ആരുമില്ല. അപ്പോഴങ്ങനെ നോക്കുമ്പോൾ അതുകൊണ്ട് ലോത്തിനെയും വിട്ടില്ല. അപ്പോൾ പിന്നെ അങ്ങനെ ലോത്തും കുടുംബവും അബ്രാഹാമിന് മക്കളില്ല. ഇങ്ങനെയുള്ള അവസ്ഥയിൽ, അപ്പോൾ ഈ അവസ്ഥയിലാണ് ദൈവം വിളിക്കുന്നത്, നീ തനിച്ച് വരണം, തനിച്ച് ഞാൻ പറയുന്ന വഴിക്ക് വേണ്ടി, എൻ്റെ കൃത്യനിർവഹണത്തിന് വേണ്ടി നീ ഉണ്ടായിരിക്കണം, വരണം എന്ന് പറയുന്നത്. പക്ഷേ അബ്രാഹാമിനെ നമ്മളിവിടെ കാണുന്നത് അങ്ങനെ ആരുമില്ലാത്ത അവസ്ഥയിൽ ലോത്തിനെയും കുടുംബത്തെയും ഭാര്യയും ഉപേക്ഷിക്കാൻ പറ്റുകയില്ല. ഭാര്യ എന്ന് പറഞ്ഞാൽ ലോത്തിൻ്റെ ഭാര്യ.
അപ്പോൾ അബ്രഹാമും ഭാര്യയും മാത്രമല്ല വരുന്നത്, അത് അബ്രഹാം എല്ലാവരെയും കൂട്ടുന്നു. കാരണം ആ ഉറച്ച ആ കുടുംബ ബന്ധം, അത് ആണ് ആ ഒരു പ്രത്യേക ഒരു ഗുണം ദൈവം കാണുന്നതാണ്. ഇതാണ് ദൈവം ഓരോരുത്തരെ തിരഞ്ഞെടുക്കാനുള്ള കാരണം. ചില പ്രത്യേകമായ സവിശേഷ ഗുണങ്ങൾ അവരിൽ കാണും. അബ്രഹാത്തിൽ കണ്ടത് ഇതാണ്. ആരെയും ഒരു സമയത്ത്, ഒരു പ്രയാസ സമയത്ത് കൈവിടുന്നില്ല. കാരണം അപ്പോൾ അബ്രഹാം അങ്ങനെ ഉപേക്ഷിച്ച് പോയാൽ ലോത്തിൻ്റെ കാര്യം പ്രയാസമാണ്. പിതാവാണെങ്കിൽ മരിച്ചു, വയസ്സായി. അപ്പോൾ പിതാവിനും വാർദ്ധക്യത്തിൽ ചില പ്രയാസങ്ങളൊക്കെ അതിൻ്റേതായിട്ട് കാണുമല്ലോ. അപ്പോൾ അബ്രഹാം നോക്കിയപ്പോൾ കുടുംബം നടത്തേണ്ടുന്ന ആളാണ്, അതുകൊണ്ട് എല്ലാവരെയും ചേർത്ത് പിടിക്കേണ്ടുന്ന ആളാണ്, എല്ലാവരുടെയും ക്ഷേമത്തിന് വേണ്ടി ജീവിക്കേണ്ടുന്ന ആളാണ്. അവിടെ അവരെ ആരെയും വിട്ടില്ല, ഒന്നിച്ചു പോവുകയാണ് ചെയ്തത്. അപ്പോൾ അങ്ങനെ ലോത്തിനെ സ്വന്തം പുത്രനെ പോലെ ആണ് പരിഗണിച്ചിരുന്നത്. 11, 12 അധ്യായങ്ങളിൽ ദൈവം പറയുന്നത് നിൻ്റെ ദേശത്തെയും ബന്ധുക്കളെയും കൂടെ വിടാനാണ് പറയുന്നത്. പക്ഷേ വിട്ടില്ല. അപ്പോൾ പിതാവും മരിച്ചു, യാത്രാമധ്യേ മരിച്ചു, ആദ്യം തന്നെ മരിച്ചു. പിന്നെ ലോത്തുമുണ്ട്, ലോത്തിനെയും വിട്ടില്ല. അപ്പോൾ അങ്ങനെ ദൈവം പറഞ്ഞ ആ സ്ഥലത്തേക്ക്, കാണിച്ചു തരുന്ന സ്ഥലത്തേക്ക് പോകാൻ പറഞ്ഞു. അവിടെയും പക്ഷേ ലോത്തിനെയും കുടുംബത്തെയും കൂടെ ഉപേക്ഷിക്കാതെ അവിടെ കൊണ്ടുപോവുകയാണ്. അപ്പോൾ കാരണം എന്താ, മറ്റാരും ഇല്ലാത്ത അവസ്ഥയിൽ ലോത്തിനെ ഉപേക്ഷിക്കാൻ വയ്യ. അപ്പോൾ അങ്ങനെയുള്ളവരോട് ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു കരുണ അവിടെ കാണിക്കുന്നുണ്ട്, പരിഗണന അവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ദൈവം വിലമതിക്കുന്ന ഗുണമാണ് കരുണ. അപ്പോൾ 13-ാം അധ്യായത്തിലും 13, 7, 8 ഈ വാക്യങ്ങളിലൊക്കെ ഇത് കൂടുതലായിട്ട് കാണാം. അബ്രഹാത്തിൻ്റെ ഈ കരുണ കൂടുതലായിട്ട് പ്രകടിപ്പിക്കുന്നുണ്ട് മറ്റുള്ളവരോടുമൊക്കെ, എല്ലാവരോടും. അപ്പോൾ അബ്രഹാത്തിൻ്റെ ഏതാണ്ട് ഈ അധ്യായങ്ങളെന്ന് പറയുമ്പോൾ 11 മുതൽ 25 വരെയുള്ള അധ്യായങ്ങളാണുള്ളത്. അതിലെല്ലാം ഉടനീളം എല്ലായിടത്തും കാണാം പ്രത്യേകം മറ്റുള്ളവരോടുള്ള ആ കരുണയൊക്കെ. 18-ാം അധ്യായത്തിൽ തന്നെ മറ്റു ഒരു ദേശങ്ങൾ തന്നെ മുഴുവനായിട്ട് നശിപ്പിക്കുന്നതിലും ജനതകളെ നശിപ്പിക്കുന്നതിലും അബ്രഹാത്തിന് വേദനയുണ്ട്. അതും ദൈവത്തോട് ദൈവം സംസാരിക്കുമ്പോൾ അതെല്ലാം പറയുന്നുണ്ട്. ഇസ്മായേലിനെ ഉപേക്ഷിക്കേണ്ടി വരുമ്പോൾ ഹാഗാറിനെയും, ദാസിയായ ഹാഗാറിനെ ഉപേക്ഷിക്കേണ്ടി വരുമ്പോഴും അബ്രഹാം പ്രയാസപ്പെടുന്നുണ്ട്, നൊമ്പരപ്പെടുന്നുണ്ട് മനസ്സ്. അത് മനസ്സിലാക്കി ദൈവം തന്നെയാണ് അവിടെ ഇടപെടുന്നത്. അപ്പോൾ ഓരോ താൻ വിളിച്ച് മാറ്റി നിർത്തിയ ആളെ എല്ലാം അറിഞ്ഞിട്ടാണ് കർത്താവ് വിളിക്കുന്നത്. ദൈവം വിളിക്കുന്നത് അങ്ങനെയാണ്. വിളിച്ചപ്പോൾ പിന്നെ മുതൽ അതെല്ലാം ആ ആളുടെ എല്ലാ കാര്യങ്ങളിലും ഇടപെടേണ്ടുന്നതാണ് ആ വിളിച്ചയാൾ. അപ്പോൾ യജമാനൻ ആണ് സേവകൻ്റെ, അല്ലെങ്കിൽ താൻ വിളിച്ചു കൊണ്ടുവന്ന സ്നേഹിതൻ്റെ കാര്യങ്ങളെല്ലാം നോക്കുന്നത്. അതുകൊണ്ട് ദൈവം അവിടെ എല്ലാ കാര്യത്തിലും ഇടപെടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ ബൈബിളിൽ കാണുന്ന വ്യക്തികളെക്കാളും ഉപരിയായിട്ടുള്ള ഒരു സ്ഥാനമാണ് ഇവിടെ ഈ അബ്രഹാത്തിന് ഉള്ളത്. യോസഫിന് ഇസാക്കിന്, യോസഫിന് ഇവയ്ക്ക് അതുപോലെ ഈ യാക്കോബിന് ഇവയ്ക്ക് അതുപോലുള്ള സ്ഥാനങ്ങളുണ്ട്. പക്ഷേ ഇതുപോലെ മറ്റാരെയും കാണാൻ പറ്റുകയില്ല. അപ്പോൾ ഉന്നതനായ പിതാവ് എന്നുള്ള സ്ഥാനം, ദൈവത്തിൻ്റെ ഏറ്റവും അടുത്ത വിശ്വസ്തൻ എന്നുള്ള സ്ഥാനങ്ങളെല്ലാം വഹിച്ചിരുന്ന ആളാണ് അബ്രഹാം. അതുപോലെ അബ്രഹാത്തിന് ആ കരുണ കാണിക്കുന്നത്, ഞാൻ അതിനെപ്പറ്റി പറയാണ്, കരുണയും മറ്റുള്ളവരോടുള്ള ആ പരിഗണനയും കാണിക്കുന്നത്. സ്വന്തമായിട്ടുള്ള നേട്ടത്തിലൊന്നും അബ്രഹാം മനസ്സ് വയ്ക്കുന്നില്ല, അത് കണക്കാക്കുന്നില്ല. ദൈവം വിളിച്ചപ്പോഴും എല്ലാ സമ്പത്തുകളെല്ലാം എല്ലാം കൂടെ ഒന്നും കൂട്ടിയിട്ടില്ലല്ലോ, എല്ലാം ഒക്കെ കൊണ്ടുപോകാവുന്നതെല്ലാം കൊണ്ടുപോയി എന്നേ ഉള്ളൂ. അപ്പോൾ അവിടെ 13 അധ്യായത്തിൽ 9, 10 ഭാഗങ്ങളിലൊക്കെ സ്വത്ത് ഭാഗിക്കുമ്പോൾ പറയുന്നുണ്ട്. ആ 13-ാം അധ്യായത്തിൽ 7, 8 മുതൽ ഇങ്ങോട്ട് 9, 10 ഭാഗങ്ങളിൽ ആ കരുണ കാണിക്കുക, മറ്റുള്ളവരോടുള്ള പരിഗണന ലോത്തിനോട് പറയുന്നുണ്ട്. ലോത്ത് സ്വീകരിച്ചതിൻ്റെ ബാക്കി മതി അബ്രഹാത്തിന്, അല്ല കൂടുതലൊന്നും വേണ്ട. ലോത്ത് തനിക്ക് കൂടുതൽ സമ്പാദിക്കാനും ഉയരങ്ങളിലെത്താനും വെമ്പൽ പൂണ്ട് അവിടുന്ന് ഇത്രയും കാലം തന്നെ സംരക്ഷിച്ച് തന്നെ പോറ്റി പരിഗണിച്ചൊക്കെ കൊണ്ടു നടന്ന
ആ പിതാമഹനെ വിട്ടിട്ട് സന്തോഷത്തോടെ പോവുകയാണ്. കാരണം കൂടുതൽ സമ്പാദിക്കാൻ വേണ്ടി. അപ്പോൾ അതിന് അബ്രാഹാം വേണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ ലോത്തിൻ്റെ ആ മനസ്സ് രണ്ട് മനസ്സാണ്, രണ്ട് വഴിക്കാണ്. കൂടുതൽ ആ ബന്ധമുണ്ടെങ്കിലും സമ്പാദിക്കുന്നത് കാണുമ്പോൾ അങ്ങോട്ട് പോവുക കൂടുതൽ. നമ്മളുടെ ഇന്നത്തെ ജനങ്ങളുടെ മനസ്സ്, നമ്മളുടെ മനസ്സ്, നമ്മൾക്ക് ദൈവമൊക്കെ ഉണ്ടെങ്കിലും ദൈവത്തിനെ നമ്മൾ അത്രത്തോളം ദൈവം എന്തുവാ നമ്മൾ സമ്പാദിക്കുന്നതിനും കൂടുതൽ ഉയരങ്ങളിലെത്തുന്നതിനും ദൈവം ഇഷ്ടപ്പെടുന്നില്ലയോ? അതുകൊണ്ട് അത് ദൈവം സഹിച്ചു. അതൊക്കെ ദൈവം അതൊരു അല്ല നമ്മളെ ശരിയാക്കിക്കൊള്ളും, ദൈവം നോക്കിക്കൊള്ളും, അതിൻ്റെ പോരായ്മകളൊക്കെ നികത്തിക്കൊള്ളും എന്നും പറഞ്ഞാണല്ലോ നമ്മളിന്ന് ലൗകികമായ ഉന്നതിക്ക് വേണ്ടി പരിശ്രമിക്കുന്നത്, അല്ലേ? അപ്പോൾ അതുപോലെയാണ് ലോത്തും ചിന്തിച്ചത്. അപ്പം ലോത്തിനെ മാത്രമായിട്ട് കുറ്റം പറയും. ചിലരൊക്കെ ഇങ്ങനെ കുറ്റം പറയും, കായേനെ പറയും, ലോത്തിനെ പറയും, അങ്ങനെ ഇങ്ങനെയുള്ള കഥാപാത്രങ്ങളെല്ലാം പറയും. നമ്മുടെ ചരിത്രത്തിൽ കാണുന്നവരെയൊക്കെ ഇങ്ങനെ കുറവുകളും ദോഷങ്ങളും ഉള്ളവരെ പറയും. പക്ഷേ ഈ പറയുന്ന നമ്മളാരും അവരെക്കാളും വെറും താഴെയാണെന്നുള്ളത് നമ്മൾ ചിന്തിക്കുന്നില്ല. അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് ചിന്തിക്കുന്നത്, ദൈവം ഇതൊക്കെ നമുക്ക് ദൈവം തന്നിട്ടുള്ളതല്ലേ, അപ്പം നമുക്ക് ചെയ്യാൻ ദൈവം ബാക്കി കാര്യം നോക്കിക്കൊള്ളും എന്നുള്ളതാണ് നമ്മുടെ ഈ സ്ഥിതി. അപ്പം നമ്മൾ ഇന്ന് അങ്ങനെയാണ്. സ്വത്തിൻ്റെ പുറകെ, ധനത്തിൻ്റെ പുറകെ, സ്ഥാനമാനങ്ങളുടെ പുറകെ, ഉയരങ്ങളിലേക്ക് പോകുന്നതിനുള്ള ആർത്തി പിടിച്ചുള്ള ഓട്ടമാണ് ഇന്ന് വിശ്വാസികളിലും. എനിക്ക് തോന്നുന്നു 98% അങ്ങനെയായിരുന്നു. 100 പേരെ എടുത്താൽ ആ 2% കാണത്തില്ല കേട്ടോ എന്ന് തോന്നുന്നു. ഇപ്പം ഞാനായാലും ചിന്തിക്കും, എനിക്ക് കുറച്ചുകൂടെ ഉയരങ്ങളിലോട്ട് പോയാൽ എന്താ, കുറച്ചുകൂടെ ഇത് വിപുലീകരിച്ചാൽ എന്താ എന്നൊക്കെ വിചാരിക്കത്തില്ലേ? അത് തന്നെയാണ് അവിടെ ലോത്തും ചിന്തിച്ചത്. എന്നിട്ട് അങ്ങനെ പോയ ആളിനെ അബ്രഹാം കളഞ്ഞു. വീണ്ടും പരിഗണന കാണിക്കുകയാണെങ്കിൽ ലോത്തിനോട് കുറേ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ 14-ാം അധ്യായത്തിൽ കൊണ്ട് ലോത്തിന് അപകടാവസ്ഥ ഉണ്ടായി. അവിടെ യുദ്ധമുണ്ടായി, എല്ലാവരും കൂടെ അവിടെ കവർച്ച നടന്നവ എല്ലാവരെയൊക്കെ പിടിച്ചുകൊണ്ട് പോയി. ലോത്തിനെയും കൂടെ കുടുംബത്തെ മുഴുവനായിട്ട് അവർ പിടിച്ചുകൊണ്ടുപോയി. അപ്പോൾ അങ്ങനെ വന്ന് ഇതറിഞ്ഞപ്പോൾ ആ ശത്രുക്കളിൽ നിന്നും രക്ഷിക്കാൻ വേണ്ടി 14-ാം അധ്യായത്തിൽ 14, 15, 16 വാക്യങ്ങളിൽ കാണുന്നുള്ള ലോത്തിനെയും കൂട്ടരെയും എന്ന് പറഞ്ഞാൽ ലോത്തിൻ്റെ കുടുംബവും മറ്റ് അനുയായികളും കൂടെ ഉള്ളവരും സേവകരും എല്ലാവരും ധാരാളം സ്വത്തുക്കളുണ്ടായിരുന്നല്ലോ. അതൊക്കെ സംരക്ഷിക്കുന്നതിനും നോക്കുന്നതിനും പരിചരിക്കുന്നതിനും ഒക്കെ സേവകരുണ്ട്, അടിമകൾ കൂടെയൊക്കെ ഉണ്ട്. അപ്പോൾ അവർ എല്ലാവരെയും കൂടാണ് പിടിച്ചുകൊണ്ട് പോയത്. എന്നിട്ട് അപ്പോൾ ഇതൊക്കെ അറിഞ്ഞപ്പോൾ ഈ അബ്രാഹാം 4 രാജാക്കന്മാരോടുമുള്ള യുദ്ധം ചെയ്ത് ഇവരെയെല്ലാം രക്ഷിച്ച് തിരിച്ചു കൊണ്ടുവന്നു. അപ്പോൾ അല്ലെങ്കിൽ ഇത്രയും ബുദ്ധിമുട്ടി പോകണമെന്നുണ്ടോ? അപ്പം ഈ 4 രാജാക്കന്മാരോടും യുദ്ധം ചെയ്യാൻ ഏതാണ്ട് 318 പേരോ കണ്ടേ ഉള്ളൂ. അബ്രാഹത്തിൻ്റെ കൂടെയുള്ള സേവകർ അവരെയൊക്കെ അന്ന് അഭ്യാസമൊക്കെ പഠിപ്പിക്കും. കാരണം ഇവരൊക്കെ ഇങ്ങനെ ജീവിക്കുമ്പോൾ കൂടാരവാസികളായിട്ട് ഓരോ ദേശം വിട്ടടുത്ത ദേശങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ പ്രയാസങ്ങളൊക്കെ ഉണ്ടായാൽ, നേരിടേണ്ടി വന്നാൽ അവർക്കൊക്കെ അതിന് ആയുധാഭ്യാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആയിരുന്നു അവരെ സംഘടിപ്പിച്ചിട്ടാണ് പോയത്. അപ്പോൾ അബ്രാഹാം അല്ല ഈ 4 രാജാക്കന്മാർ അവരുടെ വിശാലമായ വളരെ വലിയ സേനാവ്യൂഹങ്ങളോടും കൂടി വ്യൂഹങ്ങളോടും കൂടി വരുന്ന ആ രാജാക്കന്മാരെ തോൽപ്പിക്കണമെങ്കിൽ 318 പേരെ കൊണ്ട് ഏതാണ്ട് പറ്റൂ. അത് ചെയ്ത് ദൈവമാണ് അവിടെ യുദ്ധം ചെയ്തത് അബ്രാഹത്തിന് വേണ്ടി. ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട സ്നേഹിതനായിരുന്നു. ആ പ്രിയപ്പെട്ട സ്നേഹിതനെ സംരക്ഷിക്കാൻ ദൈവം അവിടെ യുദ്ധം ചെയ്തു. ദൈവത്തിൻ്റെ ദൂതന്മാരെ അയച്ച് അവിടെ യുദ്ധം ചെയ്യിച്ചുകൊണ്ടാണ് അവിടെ വിജയിച്ചത്. അബ്രാഹത്തിൻ്റെ സ്വന്തമല്ല. അപ്പോൾ ദൈവം അത്രയ്ക്ക് കരുതി പരിഗണിച്ചുകൊണ്ട് വരുന്നതാണ് അബ്രാഹത്തിനെ. കാരണം എന്താ? അബ്രാഹാം അതുപോലെയാണ് മറ്റുള്ളവർക്ക് വേണ്ടി. പിന്നെ അബ്രാഹത്തിൻ്റെ സ്വന്തം കാര്യത്തിന് വേണ്ടിയാണോ ചെയ്തത്? അല്ല. സഹോദരൻ്റെ മകനാണ് അവന്, സഹോദരനിൽ അവൻ്റെ അപ്പനില്ല. അതുകൊണ്ട് അവനെ സംരക്ഷിക്കേണ്ടുന്ന കാര്യം അവൻ എന്നെ വിട്ടുപോയെങ്കിലും, അകലങ്ങളിൽ പോയെങ്കിലും അവനെ സംരക്ഷിക്കണം. അവൻ ആപത്ത് വന്നപ്പോൾ നോക്കേണ്ടുന്നത് അബ്രാഹത്തിൻ്റെ കടമയാണ്. നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത്? നമ്മൾക്ക് ദൈവവിശ്വാസമുണ്ട്. പക്ഷേ നമ്മുടെ കൂട്ടത്തിൽ ഒരാൾ തകർന്നു പോയി ആപത്തിൽ പെട്ടാൽ എത്ര പേരുണ്ട് സഹായത്തിന് ചെല്ലുന്നത്?
ഒരു കുടുംബത്തിൽ എത്ര പേരുണ്ട് സഹോദരങ്ങൾക്ക് അല്ലെങ്കിൽ ബന്ധുക്കൾക്ക് അങ്ങനെ വന്നാൽ നമുക്ക് സഹായിക്കാൻ ഉണ്ടെങ്കിൽ തന്നെയും നമ്മളങ്ങനെ ചെയ്യുന്നില്ല. നമ്മളിതാണ് അബ്രാഹത്തിൽ നിന്ന് പഠിക്കാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതൊക്കെയാണ് ഞാൻ ഒരു അവലോകനം, ഒരു വിശകലനം ചെയ്യുകയാണിത്. അവലോകനവും വിശകലനവും ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇത് കേട്ട് മനസ്സിലാക്കണം, സ്കിപ്പ് ചെയ്യരുത്, മുഴുവനായിട്ട് കാണണം. അപ്പോൾ യുദ്ധത്തിന് തുണച്ച എന്നിട്ട് എല്ലാം വെച്ചു. യുദ്ധത്തിന് തുണച്ചവർ സ്വന്തം സേനയിലുണ്ട്. മറ്റ് അടുത്ത് അബ്രാഹാം താമസിച്ചിരുന്ന ദേശത്തിൻ്റെ രാജാവുണ്ട്. അപ്പോൾ അവരോടൊക്കെ ഈ യുദ്ധം ചെയ്ത് കഴിഞ്ഞാൽ അന്നത്തെ കാര്യം തോൽക്കുന്നവരുടെ സമ്പത്തുകളെല്ലാം അവർ കൈവശമാക്കും. ആഹാരം വരെ അവരാണ് കൈവശമാക്കുന്നത്. ഇവിടെ കൈവശമായി വിജയിക്കുന്ന ആളുകൾ. പിന്നെ തങ്ങൾക്ക് വേണ്ട എല്ലാവരെയും അടിമകളാക്കുക, കൊല്ലുക, ബാക്കിയുള്ളവരെ അടിമകളാക്കുക. എന്നിട്ട് സ്ത്രീകളെയും കുട്ടികളെയും എല്ലാവരെയും കൈവശപ്പെടുത്തുക, അവരെ എല്ലാം അടിമകളാക്കുക. അപ്പോൾ ഇതൊക്കെ അന്ന് നടന്നിരുന്ന രീതികളായിരുന്നു. അതായത് BC, ക്രിസ്തുവിന് മുൻപ് 2000 വർഷത്തിനൊക്കെ മുൻപും അതിന് ശേഷമൊക്കെ ഏകദേശമൊക്കെ അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. നമ്മൾ ഈ ചരിത്രം, ബൈബിളിലെ ചരിത്രം തന്നെ നോക്കുമ്പോൾ തന്നെ കാണാം. അപ്പോൾ അങ്ങനെ വന്ന് എല്ലാവരും പങ്കിട്ടെടുത്തു. അപ്പോൾ ഇതിൻ്റെ പ്രധാന സ്ഥാനം വഹിച്ചത് അബ്രാഹമാണ്, രാജാക്കന്മാരല്ല, അല്ലെങ്കിൽ അവർ തോൽക്കുമായിരുന്നു. അങ്ങനെ വന്നപ്പോഴും അവർ കൊടുത്തു പങ്ക് മുതൽ. അപ്പോൾ അബ്രാഹം എന്താണ് പറയുന്നത്? എനിക്ക് അത്യുന്നതനായ എനിക്ക് വേണ്ടി യുദ്ധം ചെയ്ത് നമ്മളെ തുണച്ച അത്യുന്നതനായ ദൈവത്തിനുമായിട്ടുള്ള ആ ബന്ധം മാത്രം മതി എന്ന് അവിടെ ദൈവത്തിൻ്റെ നാമത്തിൽ 22 മുതൽ 24 വരെയുള്ള വാക്യങ്ങളിൽ അവിടുന്ന് ശപഥം ചെയ്യുകയാണ്. 18-ാം അധ്യായത്തിൽ അവിടുന്ന് ശപഥം ചെയ്ത് പറയുകയാണ് അബ്രാഹാം, എനിക്ക് മറ്റൊന്നും വേണ്ട, എല്ലാം നിങ്ങളെടുത്തു. ഞങ്ങൾ കഴിച്ച ആഹാരം അത് കഴിച്ചിട്ടുണ്ട് അവിടുന്ന് ആയാലും, അത് മതി, അല്ല വേറൊന്നും വേണ്ട. എനിക്കൊരു ചെരുപ്പിൻ്റെ വാറ് പോലും, ഒരു വള്ളി പോലും എനിക്ക് വേണ്ട എന്ന് അബ്രാഹാം ശപഥം ചെയ്ത് പറയുകയാണ് ദൈവനാമത്തിൽ. എനിക്ക് ദൈവമായിട്ടുള്ള ആ ബന്ധം, ദൈവം കൂടെയുണ്ട്. ഞാനല്ല നയിച്ചത്, ദൈവമാണ്. ഇന്ന് നമ്മളങ്ങനെയല്ല പറയുന്നത്. എൻ്റെ കഴിവ് കൊണ്ട്, എൻ്റെ ബുദ്ധി സാമർഥ്യം കൊണ്ട്, എൻ്റെ ശരീരബലം കൊണ്ട്, മനസ്സിൻ്റെ മാനസികമായ തൻ്റെ ഇടം കൊണ്ട് സാധിച്ചു എന്നാണ് പറയുന്നത്. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഇവിടെ ശ്രദ്ധിക്കണം, ഇവിടെ അബ്രാഹത്തിന് എന്താണ് അന്ന് നയിച്ചത് എന്ന്. അബ്രാഹം എങ്ങനെയായിരുന്നു? നമ്മൾ വെറുതെ നമ്മുടെ ഗോത്രപിതാവ് അല്ലെങ്കിൽ നമ്മുടെ ആദ്യ പിതാവ് എന്ന് നമ്മൾ പറഞ്ഞ് അഭിമാനിച്ചിട്ട് കാര്യമില്ല. അതുപോലെ നമ്മളായിത്തീരണം, നമ്മൾക്കതിനു വേണ്ടി പരിശ്രമിക്കാൻ കഴിയണം. അങ്ങനെ ഒന്നും നമ്മൾക്ക് സാധിക്കുന്നില്ല. തീർച്ചയാണ് നമ്മൾക്ക് സാധിക്കും. ഇപ്പോൾ പറയുന്നത് എനിക്കും അതുപോലെ അങ്ങ് തീർത്തും ഇതുപോലെ അങ്ങ് 100% പറ്റുകയില്ല. ഒരു മനുഷ്യന് ഇന്നത്തെ കാലത്ത് അസാധ്യമാണ് എന്നറിയാം നമ്മൾ. പക്ഷേ നമ്മൾ അതിനുള്ളവരല്ല, അത് മനസ്സിലാക്കണം. നമ്മൾ ഈ അബ്രാഹത്തെ പോലുള്ളവരായി അതുപോലെ ആകണം. അല്ലെങ്കിൽ പിന്നെ അബ്രാഹമാണ് നമ്മുടെ പിതാവെന്ന് എങ്ങനെ പറയാൻ പറ്റത്തില്ല. അപ്പോൾ അതിൽ ഈ പിതാക്കന്മാർക്ക് എല്ലാവർക്കും തന്നെ, അബ്രാഹാമിന് യാക്കോബിനൊക്കെ ഒരുപാട്, ഇസാക്കിൽ ഒരുപാട് കുറവുകളുണ്ട്. തെറ്റുകളല്ല, കുറവുകൾ. യാക്കോബിൽ ഒരുപാട് കുറവുകളുണ്ട്. കുറവിൻ്റെ ഒരു നിറകുടമായിരുന്നെന്ന് തന്നെ പറയാം പലപ്പോഴും. യാക്കോബ് എന്നുള്ള അർത്ഥം തന്നെ അതാണ് യാക്കോബിൻ്റെ. അപ്പം യാക്കോബ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം, പേരിൻ്റെ അർത്ഥം തന്നെ കൈക്കലാക്കുന്നവനാണ്. കുൽസിത മാർഗത്തിലൂടെ എല്ലാം തട്ടിയെടുക്കുന്നവൻ, കൈക്കലാക്കുന്നവൻ എന്നുള്ള അർത്ഥമാണ് അതിന് പറയുന്നത് തന്നെ. അപ്പോൾ ഇങ്ങനെയുള്ള കുറവുകളൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ അപ്പോൾ ചിന്തിക്കുക, ആ കുറവുകളൊക്കെ അവർക്കും ഇല്ലേ, നമുക്ക് ഇച്ചിരി കുറേയൊക്കെ ആയാൽ എന്താ? അങ്ങനെ ആയി വന്ന അവരെക്കാളും വലിയ 100 ഇരട്ടി കുറവുകളാണ് നമ്മൾ സ്വീകരിക്കുന്നത്. അപ്പോൾ പക്ഷേ അവർ സ്വീകരിച്ച ദൈവത്തിൻ്റെ ആ നാമത്തെ നമ്മൾ വിടുകയാണ്. നമ്മളതിൽ നമ്മൾ അഭിമാനിക്കുന്നില്ല, അത് നമ്മൾ സ്വീകരിക്കുന്നില്ല. നമ്മളെല്ലാം നടത്തുന്നുണ്ട്, കുർബാന, പ്രാർത്ഥന, കാര്യങ്ങളെല്ലാം നടത്തുന്നുണ്ട്, ആരാധന നടത്തുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ അതങ്ങനെ അധരം കൊണ്ട് ചെയ്യുന്നു, മനസ്സുകൊണ്ട് അങ്ങനെ ആകുന്നില്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. യെശയ്യാ പറയുന്നുണ്ടല്ലോ, മനസ്സുകൊണ്ട് ഈ ജനം എന്നെ നാവുകൊണ്ട് ആരാധിക്കുന്നു, മനസ്സുകൊണ്ട് ആരാധിക്കുന്നില്ല. അത് തന്നെയാണ്, മനസ്സ് എൻ്റെ അടുത്തല്ല. ആരാധിക്കുമ്പോഴും മനസ്സ് വേറെ എവിടെയെങ്കിലുമാണ്. അപ്പോൾ അങ്ങനെ
ആ ദൈവബന്ധം ഉറപ്പിച്ചുകൊണ്ട്, സമ്പത്തിനേക്കാളും വലുത് എനിക്ക് ദൈവബന്ധമാണെന്ന് ഉറപ്പിച്ച് പറഞ്ഞുകൊണ്ട് അവിടെ ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കുന്നു, ബലിയർപ്പിക്കുന്നു, ആരാധന അർപ്പിക്കുകയാണ്. ബലിയർപ്പിച്ച് എല്ലായിടത്തും കാണാം, പലയിടത്തും കാണാം. ഓരോ കാര്യങ്ങളും ചെയ്ത് നേട്ടങ്ങളും ഉണ്ടാകുമ്പോൾ അത് സന്തോഷകരമായിട്ട് പരിണമിക്കുമ്പോഴൊക്കെ അവിടെ ദൈവത്തിന് ബലി അർപ്പിക്കുന്നുണ്ട്. ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും അബ്രാഹാം നമ്മൾക്ക് മാതൃകയാക്കേണ്ട കാര്യമാണ്. ഓരോന്നിനും നമ്മൾ നന്ദി പറയണം, നന്ദി പറഞ്ഞ് ദൈവത്തെ സ്തുതിക്കണം, പുകഴ്ത്തണം, മഹത്വപ്പെടുത്തണം. അപ്പോൾ പക്ഷേ എന്നാൽ ഈ അബ്രാഹത്തിൽ എല്ലാം പറഞ്ഞ് അങ്ങോട്ട് എല്ലാം ഇങ്ങനെയുള്ള മഹത്വം മാത്രമാണ്. ഒരു തെറ്റും സംഭവിച്ചിട്ടുണ്ട്. അത് ഒരിക്കൽ മാത്രമാണ് തെറ്റ് സംഭവിച്ചത് ആദ്യകാലത്ത്. എന്താ, ആ ഒരു ക്ഷാമം ഉണ്ടായി. ദൈവം കൊണ്ടുവന്ന് പറഞ്ഞിടത്ത് പോയപ്പോൾ അവിടെ താമസിച്ച സ്ഥലത്ത് ക്ഷാമം ഉണ്ടായി. ആ ദേശത്ത്, കാനാൻ ദേശത്ത് ക്ഷാമം ഉണ്ടായപ്പോൾ എന്ത് ചെയ്തു? അവിടുന്ന് പയ്യെ ഈജിപ്തിലോട്ട് പോയി. അതിപ്പം ദൈവത്തോട് ചോദിക്കണോ എന്ന് അങ്ങ് ചിന്തിച്ച് കാണണം. അതെന്തിനാണ് ഞാൻ ദൈവത്തോട് ചോദിക്കുന്നത്? ക്ഷാമം ഉണ്ടായി, അത് സാധാരണ എല്ലാവരും പോകണതല്ലേ, ക്ഷാമമില്ലാത്ത ദേശത്തോട്ട് പോയി താമസിക്കുക, അവിടെ ചേർന്ന് നിൽക്കുക, പട്ടിണി മാറ്റുക എന്നുള്ളത് സാധാരണ വേണ്ടിയാണ്. അത് നിസ്സാര കാര്യം എന്നുള്ളതായിരിക്കണം ചിന്തിച്ചത്. അബ്രാഹാം അത് ദൈവത്തോട് ആലോചിക്കാതെ ചെയ്തു. അതുവരെ ദൈവത്തോട് ആലോചിച്ചും പറഞ്ഞുമൊക്കെയാണ് ദൈവവും പറഞ്ഞു ആണ്. അപ്പോൾ അതിന് മുൻപേ, അപ്പം നമ്മൾ ഈ പറയുന്നത് സോദോം ഗൊമോറ ആ പ്രദേശം, അതിനൊക്കെ മുൻപാണ് ഇതൊക്കെ. അങ്ങനെ വന്ന് അബ്രാഹാം ക്ഷാമകാലത്ത് ഈജിപ്തിലാണ് അഭയം തേടിയത്. ഈജിപ്തിലേക്ക് പോയി. അപ്പോൾ ഈജിപ്തിലേക്ക് ദൈവത്തോട് ദൈവം ആലോചിക്കാതാണോ ഇവിടെ താമസമാക്കിക്കൊള്ളാൻ പറഞ്ഞാൽ അവിടെ ക്ഷാമം ഉണ്ടായത്. അപ്പോൾ ഒരു പരീക്ഷണമാണ്. ദൈവം വിളിച്ച് മാറ്റി നിർത്തിയവരെ പരീക്ഷിച്ച് അറിയുകയാണ് എങ്ങനെയുണ്ട് ഇവർ ചിന്താഗതി. എന്നോട് ആലോചിക്കുന്നുണ്ടോ ഞാൻ നടത്തിക്കൊണ്ട് പോകുമ്പോഴെന്ന്. സങ്കീർത്തനം 139 സങ്കീർത്തനത്തിൽ പുസ്തകത്തിൽ പറയുന്നുണ്ട്. അതിൽ അവസാന ഭാഗത്ത് അവിടുന്ന് ദൈവമേ എന്നെ പരിശോധിച്ച് ശോധന ചെയ്ത് എൻ്റെ മനസ്സിനെ പരീക്ഷിച്ചറിയണം ഞാൻ വിനാശകരമായ മാർഗത്തിലൂടെയാണോ ചരിക്കുന്നത്. അവിടെ അപ്പോൾ ദൈവം അവിടെ പരീക്ഷണം നടത്തി ഒരു പരീക്ഷിച്ച് നോക്കിയാണ്. പക്ഷേ അബ്രാഹാം അതിന് കാത്തിരുന്നില്ല, അങ്ങോട്ടങ്ങ് പോയി. ദൈവം പറഞ്ഞ പോലെ അങ്ങ് 100% നമ്മളൊക്കെ അങ്ങനെ ഇല്ല. ഇപ്പം ദൈവത്തോട് ഇതൊക്കെ ആലോചിക്കണം ഏത് കാര്യത്തിന്. അങ്ങനെ ആലോചിച്ച് ചെയ്യുന്ന വിശുദ്ധരൊക്കെ പിൽക്കാലത്തുണ്ടായിട്ടുണ്ട് നമ്മുടെ പുതിയ നിയമത്തിൽ. നമ്മുടെ ഈ സഭയിൽ സർവ്വകാര്യവും എന്ത് കാര്യം ഇന്ന് ഞാൻ ചെയ്യണമെങ്കിലും പുതിയൊരു യാത്രയ്ക്ക് ഒരു കാര്യം എനിക്ക് ചെയ്യണം, നേടണം അതൊക്കെ ഉണ്ടെങ്കിൽ അത് ദൈവത്തോട് ചോദിച്ച് ചെയ്യുന്ന വിശുദ്ധരുണ്ടായിരുന്നു എന്നും മനസ്സിലാക്കണം. അല്ല, ഇതൊന്നും സാധ്യമല്ലാത്ത കാര്യമൊന്നുമില്ല. അത്രയ്ക്ക് ഉറച്ച വിശ്വാസം നമ്മൾക്ക് ഉണ്ടാകണം. ദൈവമാണ് നമ്മളെ നയിക്കുന്നത്. ദൈവം എനിക്ക് ദോഷമായിട്ട് വരുത്തത്തില്ല, നന്മയെല്ലാം ദൈവം നടത്തും എന്നുള്ളത്. അപ്പോൾ ക്ഷാമത്തിന് വേണ്ടി മാറ്റാൻ വേണ്ടി പോയ ആൾക്ക് അവസാനം ദൈവം അവിടെ ചോദിക്കാതെ പോയപ്പോൾ അവിടെ ശിക്ഷയും ഉണ്ടായി. ശിക്ഷ അവിടെ 3 തരത്തിലുള്ള ശിക്ഷ അവിടെ അബ്രാഹത്തിന് ഉണ്ടായെന്നാണ് പറയുന്നത്. കാരണം അവിടെ ബൈബിൾ ആ ഭാഗമൊക്കെ നോക്കുമ്പോൾ, കാരണം ഭാര്യ മുഖാന്തരം ധാരാളം സമ്പത്തുണ്ടായി. സാറാ മുഖാന്തരം ദൈവം അനുവദിച്ച ഇതാണ്. ഭാര്യ മുഖാന്തരം ഉണ്ടായത്. ഭാര്യയിൽ പ്രീതി നേടി ഫറവോ കൊടുത്തതാണ്. അവിടുത്തെ ഭരണാധികാരി, ദേശാധിപതി, രാജ്യത്തിൻ്റെ അധിപതി കൊടുത്തതാണ്. അപ്പോൾ അത് ആരുടെയാ? ദൈവം കൊടുത്തതാണോ? അല്ല, ആ സ്ത്രീക്ക് കിട്ടിയതാണ്. അപ്പോൾ അത് അധാർമിക സമ്പത്താണ്, അനീതിയായിട്ട് കിട്ടിയ അത് കിട്ടേണ്ടതേ അല്ല. അവിടെ കള്ളവും പറഞ്ഞ് ഭാര്യയല്ല സഹോദരിയാണെന്ന് പറഞ്ഞത് വകയിൽ സഹോദരിയൊക്കെയാണ്. അപ്പോൾ അങ്ങനെ സമ്പത്ത്, ആ ധാരാളം സമ്പത്ത് കിട്ടിയപ്പോൾ എന്താ ഉണ്ടായി? ഒന്നാമത്തെ ശിക്ഷ അതാണ്, സഹോദരങ്ങൾ തമ്മിൽ അകന്നു. അവർക്കൊന്നിച്ച് ജീവിക്കാൻ വയ്യാതായി. സമ്പത്തുകൾ വർദ്ധിച്ചു, കാര്യം ശരിയാണ്, ഒന്നിച്ച് ജീവിക്കാൻ വയ്യാതായി. അതിൻ്റെ ദുഃഖങ്ങൾ ഒരുപാട് അനുഭവിച്ചു. പിന്നെ ഇങ്ങോട്ട് അനുഭവിച്ചു. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ യുദ്ധത്തിനും എല്ലാം പോകേണ്ടി വന്നില്ലേ. അപ്പോൾ എന്നിട്ട് രണ്ടാമത്തേത് അനന്തരമായിട്ടുള്ള കാര്യങ്ങളെന്ന് പറയുന്നത് ഈജിപ്തിൽ ഈ സന്തതികൾ, അബ്രാഹത്തിൻ്റെ സന്തതികൾ പിന്നീട് 430 വർഷങ്ങൾ അവിടെ 400 വർഷങ്ങളോളം ശേഷം 430 വർഷങ്ങളോളം അവിടെ അടിമകളായിട്ട് ഈജിപ്തിൽ പോകേണ്ടി വന്ന അന്നും ഉണ്ടായി ഇതുപോലൊരു ക്ഷാമം.
ക്ഷാമമുണ്ടായിയാണ് അബ്രഹാത്തിൻ്റെ ഇസാക്കിൻ്റെ മകൻ യാക്കോബും അവിടെ പോയി, കുടുംബവും എല്ലാം അവിടെ പോകേണ്ടി വന്നത്. അടിമകളായിട്ട് പിന്നെ ആ വർഗം അവിടെ നിന്ന് 530 വർഷങ്ങൾ അവർ വലിയൊരു ജനതയായിട്ട് രൂപപ്പെട്ട് തിരിച്ചു വരുന്നത്. അപ്പോൾ ഈ അടിമത്തമൊക്കെ അനുഭവിക്കേണ്ടി വന്ന സന്താന പരമ്പരകളും കൂടെ. അബ്രഹാം മാത്രമല്ല, അബ്രഹാം അന്ന് നോക്കാതെ ചെയ്ത ഒരു കാര്യം. അപ്പോൾ അവിടുന്ന് മൂന്നാമത് കിട്ടിയ ഒരു കാര്യം തന്നെയാണ്, കിട്ടിയ ഒരു തലവേദനയാണ്. യഥാർത്ഥ തലവേദന ഇന്നത്തെ ജനതകളും നമ്മളും ലോകവും മുഴുവൻ ജനതകൾ അനുഭവിക്കുന്ന ഒരു തലവേദനയാണ്. ഹാഗർ എന്ന വളരെ വശ്യസുന്ദരിയായ ഒരു അടിമ സ്ത്രീ സാറായിക്ക് ഫറവോ കൊടുത്ത സമ്പത്തിൻ്റെയും സമ്മാനങ്ങളെയും കൂടെ അവളെയും കൂടെ കൊടുത്തിരുന്നു. അപ്പോൾ ഇന്ന് നമ്മളെല്ലാവരും അനുഭവിക്കുന്ന ഒരു വലിയ തലവേദനയാണ് കാര്യങ്ങൾ. അബ്രഹാം ഒരുപാട് അനുഭവിച്ചു അത് വെച്ച്. അപ്പോൾ ഇങ്ങനെ ആദ്യ കാലത്ത് അബ്രഹാമിൻ്റെ ഇങ്ങനെ നിസ്സാര കാര്യങ്ങളിലൊക്കെ ഒരുപാട് തെറ്റുകളൊക്കെ വന്നിട്ടുണ്ട്, നിസ്സാരമെന്ന് കരുതി. അപ്പോൾ അതെല്ലാം ദൈവം തന്നെ പക്ഷേ നന്മയ്ക്കായിട്ട് പരിണമിപ്പിച്ചു. എല്ലാം നന്മ തന്നെ ഉണ്ടാക്കി. പ്രയാസമുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ ദൈവം തന്നെ അവിടെ ഇടപെട്ട് ചെയ്യുന്നുണ്ട്. കാരണം ദൈവമാണ് വിളിച്ചുകൊണ്ട് വന്നത്, ദൈവമാണ് യജമാനനെ. അപ്പോൾ വിളിച്ചുകൊണ്ട് വന്ന ആളാണ് സംരക്ഷകൻ, അവിടുത്തെ ഗാർഡിയൻ ദൈവമാണ്. അപ്പോൾ അവനൊരു പ്രയാസം വന്നപ്പോൾ ദൈവം നോക്കണ്ടേ? അത് ദൈവം ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് ഓരോ സമയത്തും. നമുക്ക് പ്രിയപ്പെട്ടവരെ, 1 മണിക്കൂർ സമയം കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഉപസംഹരിക്കുന്നു. ഇനിയിപ്പോൾ പെട്ടെന്ന് അങ്ങ് പറഞ്ഞു പോയാൽ അത് വിശദീകരിച്ചെങ്കിലേ പറ്റത്തുള്ളൂ. അറിയാൻ വയ്യാത്തവരും പലരും കാണുന്നുണ്ട്, സംശയങ്ങളുള്ളവർ, സംശയം ഉണ്ടാക്കാൻ പോകുന്നവരൊക്കെ ഒരുപാട് പേര് കാണുന്നുണ്ടായിരിക്കും. അവർക്കെല്ലാവർക്കും കൂടെ വേണ്ടി, അവരുടെ സംശയ ദൂരീകരണത്തിന് വേണ്ടി, ബൈബിളിനെ പറ്റി ചിലപ്പോൾ ദോഷങ്ങൾ പറയുന്നവർക്ക് വേണ്ടി എല്ലാം അവർ വിശദീകരിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇത്രയും വിശദമായിട്ട് ഞാൻ സംസാരിച്ചത്. അപ്പോൾ അതിൻ്റെ ഒരു പങ്ക് നിങ്ങളിത് സ്കിപ്പ് ചെയ്യാതെ കണ്ട് എൻ്റെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്ത് കാണുകയും മറ്റുള്ളവർക്ക് പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ചെയ്യണം, സ്നേഹമുള്ളവർ അങ്ങനെ ചെയ്യണം. പിന്നെ അപ്പോൾ ഇത് അടുത്ത വീഡിയോ, അപ്പോൾ 2ാം ഭാഗം അടുത്ത് ഉടൻ തന്നെ ചെയ്യുന്നതായിരിക്കും. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായ്ക്ക് സ്തുതി. ദൈവം നമ്മളെല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.